ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. ബ്രെഡ് ക്രംസ് ആണ് കാണിക്കുന്നത്. നമ്മൾ പൊതുവേ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയും വേഗം ബ്രെഡ് പൊടിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ സ്നാക്സ് ഉണ്ടാക്കിയാലും വെറുതെ അതിലൊന്ന് കോട്ട് ചെയ്തങ്ങ് എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതത് മാസങ്ങളോളം ഇരിക്കും. ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 രീതിയിൽ കാണിച്ചു തരാം. ആദ്യത്തേത്, നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് നമ്മുടെ സാദാ ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കരിച്ചെടുക്കരുത്. ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞെടുക്കണം. എന്നാലും തീരെ മൊരിയാതിരിക്കരുത്. ചെറിയൊരു കളറൊക്കെ വേണമല്ലോ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായതേ ഉള്ളൂ. പക്ഷേ ഇത്തിക്കൂടെയൊക്കെ നല്ല ഒന്ന് ചൂടാവണം. ചെറിയൊരു കളറേ ഇപ്പോൾ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയല്ല, ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഫ്ലെയിം കുറച്ച് വെച്ച് ഇതാക്കണം. ഫ്ലെയിം കൂട്ടുകയാണെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ബ്രെഡ് ക്രംസിന് ആകെ ഒരു കരിഞ്ഞ മണമോ ഇരിക്കും. ഇതുപോലെയൊക്കെ ആക്കി എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിതിനെ എടുത്ത് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ അല്ലാതെ ഞാൻ ഇതുപോലത്തേക്ക് എപ്പോഴും എടുത്ത് വെക്കാറുണ്ട്. നമ്മുടെ ബ്രെഡിൻ്റെ ബാലൻസ് വന്ന ബ്രെഡുകൾ അതൊക്കെ ഞാനൊരു കവറിലാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കും. പിന്നെ ഇതുപോലെ മൊരിഞ്ഞിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, 2 ഭാഗവും, അത് നമ്മളങ്ങനെ കഴിക്കാൻ അധികം എടുക്കില്ല. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതുപോലെ മൊരിച്ചു കൊടുക്കാം. ഇത് രണ്ടാമത് നമുക്ക് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഇതാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഞാൻ കൂടുതലും ഇതുപോലെയാണ് ചെയ്യണം. എന്നിട്ട് പാനിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഫ്ലെയിം കൂടി പോകരുത്. പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആവും കേട്ടോ. കുറച്ച് സമയം വറുത്തെടുക്കുമ്പം തന്നെ ക്രിസ്പി ആയി കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെച്ചിരിക്കാം. ഫ്രിഡ്ജിലൊക്കെയാണ് നല്ല തണുത്തതിന് ശേഷം ഒരു ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളിരിക്കും. ഒരു 5-6 മാസമെങ്കിലും ഇരിക്കും. എനിക്കതുപോലെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് ബ്രെഡൊക്കെ വാങ്ങിച്ച് നമുക്കിതുപോലെ ഒന്ന് തയ്യാറാക്കി പൊടിച്ച് പിന്നെ ഒന്ന് ഇതാക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ കിട്ടും. ഇനിയിപ്പോൾ നോമ്പിൽ നമുക്ക് ഓരോ സ്നാക്സ് തയ്യാറാക്കാനൊക്കെ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഗ്ലാസ് ബോട്ടിലിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് സ്റ്റീലിലോ പ്ലാസ്റ്റിക്കിലോ ഒക്കെ തയ്യാറാക്കി വയ്ക്കാം. പിന്നെ കവറിൽ കെട്ടിയും വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.